എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ വഴി നടത്തുന്നതിനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഇന്നലെ ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം മുതൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം എൻട്രൻസ് ടെസ്റ്റ് വഴിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു പരീക്ഷയ്ക്ക് നീറ്റ് പരീക്ഷ, അതായത് ഈ ഒരു നഴ്സിംഗ് പ്രവേശനത്തിന് നീറ്റ് എഴുതേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ഏത് ഏജൻസി ആയിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടത്തപ്പെടുന്നത്, അതുപോലെ തന്നെ BSc നഴ്സിങ്ങിന് മാത്രമാണോ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക്, അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുകൾക്ക് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാമുള്ള ഉത്തരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിലവിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകുന്നതിനായിട്ടാണ് ഈ ഒരു നഴ്സിംഗ് കോഴ്സിനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ മുൻ വർഷങ്ങളിൽ തന്നെ, അതായത് ഏകദേശം കഴിഞ്ഞ വർഷം തന്നെ ഈ ഒരു എക്സാമിനേഷൻ വഴി പ്രവേശനം നൽകണം എന്നുള്ള കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രവേശന നടപടികൾ വൈകിയത് കൊണ്ടാണ് കഴിഞ്ഞ വർഷവും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്താതെ വിദ്യാർത്ഥികളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനം നൽകുന്നതിനായിട്ട് എൻട്രൻസ് ടെസ്റ്റ് നടത്തിയിരിക്കണം. അതായത് എൻട്രൻസ് ടെസ്റ്റ് വഴി മാത്രമേ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകാവൂ. അങ്ങനെ നൽകിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ നൽകില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമായിരിക്കും, എന്തിനാണ് ഈ ഒരു INC, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ നേടുന്നത് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങൾ ഡിഗ്രി, അതായത് ഈ ഒരു നഴ്സിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ അബ്രോഡൊക്കെ പോയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ഇന്ത്യക്ക് പുറത്ത് ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ സർട്ടിഫിക്കറ്റ്സൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് അകത്ത് മാത്രമേ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനാലാണ് ഈ വർഷം മുതൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് എൻട്രൻസ് മുഖാന്തരം പ്രവേശനം നൽകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വർഷങ്ങളിൽ എല്ലാം BSc നഴ്സിംഗ് കോഴ്സിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിൻ്റെ സിലബസ് സാധാരണഗതിയിൽ നിങ്ങളുടെ +2വിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ ബയോളജി എന്നിവയിൽ നിന്നായിരിക്കും ഉണ്ടാവുക. ആ ഒരു സബ്ജക്റ്റിൽ നിന്നാണ് സാധാരണഗതിയിൽ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇനി വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന മറ്റു കാര്യമാണ് BSc പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളും അതുപോലെ തന്നെ മറ്റ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അതായത് ഈ ഒരു BSc ഡിഗ്രി കോഴ്സുകൾ, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിന് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ബാധകമാണോ എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ BSc നഴ്സിംഗ് കോഴ്സിന് മാത്രമാണ് ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉള്ളത്. ബാക്കിയുള്ള ഒരു കോഴ്സിനും ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് നിങ്ങളുടെ +2വിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം നൽകപ്പെടുക. അതുപോലെ ഏത് ഏജൻസിയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുക എന്നുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും എന്താണ് ഏജൻസി എന്നുള്ള പറയുന്നത് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഏജൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാപനമായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ ഏത് സ്ഥാപനമാണോ എക്സാം നടത്തുന്നത് ആ ഒരു സ്ഥാപനത്തെയാണ് ഈ ഒരു എക്സാമിൻ്റെ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ സാധാരണ മുൻവർഷങ്ങളിൽ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ്, ഡിപ്ലോമ കോഴ്സുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നത് LBS സെൻ്ററാണ്. അപ്പോൾ ഇത്തവണയും LBS സെൻ്റർ ആവാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ തീരുമാനം ആയിട്ടില്ല. അതായത് CE, അതായത് നിങ്ങൾക്കറിയാം KEEM, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന ഏജൻസിയാണ് CEE ഓഫീസ്. അപ്പോൾ ആ ഒരു CEE ആണോ, അതായത് എൻട്രൻസ് പ്രവേശന പരീക്ഷ കമ്മീഷണറാണോ അല്ലെങ്കിൽ LBS സെൻ്ററാണോ ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നതിനായിട്ട് ആരെയാണ് ഏൽപ്പിക്കേണ്ടതെന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള നോട്ടിഫിക്കേഷനും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും.
അപ്പോൾ നിങ്ങൾ നിലവിൽ മനസ്സിലാക്കേണ്ടത് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം എൻട്രൻസ് ടെസ്റ്റ് വഴി നടത്തും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.